ഹലോ ഗൈസ്, ഞാനാണ് കാർത്തിക്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഈവിൾ നണ്ണാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ കഴിഞ്ഞ വർഷം ഈവിൾ നൺ കളിച്ചായിരുന്നു. അങ്ങനെ തള്ള എന്നെ പഞ്ഞി കിട്ടു. ഓക്കെ, ആ വീഡിയോയ്ക്കാണെങ്കിൽ 4K വ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കാം, ലൈക്ക് സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 20 ലൈക്സ് വെക്കാണ്. അപ്പോൾ നേരെ ഞങ്ങൾക്ക് എങ്ങനെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഞങ്ങളിത് എസ്കേപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഗായ്സ്, ഇത് ആദ്യമായിട്ട് പിന്നെ കയറ്റിയതാണ്. അപ്പോൾ ഇത് കയറ്റിയപ്പോൾ തന്നെ എസ്കേപ്പ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, സെൻസിറ്റിവിറ്റി എല്ലാം കൂടെ സെറ്റ് ചെയ്യുക. അപ്പോൾ നേരെ അങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾക്ക് എക്സ്റ്റിങ്ക്യൂഷർ എടുക്കാം. അതെടുത്തിട്ട് ഞങ്ങൾക്ക് ഈ സൈഡിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഈവിൾ നണ്ണിനെ ഇങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. പുള്ളിക്കാരത്തി ഏത് വഴി കൂടെ വരുന്നെന്ന് ആർക്കൊരു പിടുത്തവും ഇല്ല. കഴിഞ്ഞ വർഷം അതിനെ പഞ്ഞി കിട്ടാണ് ഗൈസ്. ഇത്തവണ റിവെഞ്ച് എടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ അല്ല ആണ്ടിയിരിക്കുന്നു. അയ്യോ, കണ്ട് ഓടിക്കോ ഈ മണ്ടക്കോട്ട് കയറിക്കും. അയ്യോ ഗൈസ്, പറഞ്ഞാലും നോർമൽ മോഡാണ്, ഈസി അല്ല. അതുകൊണ്ട് ചിലപ്പോൾ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയായാലും ഞങ്ങൾ എസ്കേപ്പ് ചെയ്തിരിക്കും. വേറെ സംഭവം വൈസ് ഇതിനകത്ത് ഞങ്ങൾ മെയിൻ ഡോർ എസ്കേപ്പ് ആണ് ചെയ്യുന്നത്. മെയിൻ ഗേറ്റ് വൈസ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കേബിൾ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം. ആ പവർ അങ്ങോട്ട് ഓൺ ചെയ്തേക്കാം. പുള്ളിക്കാരത്തി ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അതങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ബ്രൂം സ്റ്റിക്ക് വെക്കണം. സ്റ്റിക്ക് എവിടെ എങ്ങാണ്ടുണ്ട്. മീൻസ് പുള്ളിക്കാരത്തി വരുമ്പോഴത്തേക്ക് ഡ്രിബിൾ ചെയ്ത് പോകണം. എങ്ങനെ വലിയ ഡ്രിബിളിങ്ങും കാര്യങ്ങളൊന്നുമല്ല. പുള്ളിക്കാരത്തി ടേബിളിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വരും. ആണ്ടാ പറഞ്ഞില്ല, അതിപ്പോൾ വരും. കണ്ടോണം, ടേബിളിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ടൈം എടുത്തുകൊണ്ട് അങ്ങ് പോവാം. കണ്ടോ, ഇത്രയുള്ള സംഭവം. അയ്യോ, തുറന്നോ. ഓക്കെ, ഡോർ അടച്ചു. ഇതെത്ര മിനിറ്റ് കൊണ്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എന്നാലും ഇച്ചിരി ഫാസ്റ്റാണ്. അതിനുശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി ചെന്ന് ഇത് തപ്പണം. വേറൊരു സംഭവം ഗൈസ്, ഇവിടെ ഇതെല്ലാം ഓൺ ആക്കണം, തുറക്കണം. സോറി, ഗേറ്റും കാര്യങ്ങളൊക്കെ തുറക്കണം. ഗേറ്റാണ് എന്തുവാ. ഓക്കെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ബ്രൂം സ്റ്റിക്ക് കാണുമായിരിക്കും. നോക്കാം കേട്ടോ. ഗൊമ്മല്ല, കിട്ടി. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് നേരെ ഈവിൾ നണ്ണിനെ പറ്റിച്ചു. അയ്യോ ആട്ടോ ഇരുന്നു. അയ്യോ, ഓടിക്കൂ. പുള്ളിക്കാരത്തി അതിലെ കൂടെ വരുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് പുള്ളിക്കാരത്തി ഒന്നും കൂടെ വെട്ടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എക്സ്റ്റിങ്ക്യൂഷർ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് ചെന്ന് ഈ ബട്ടൺ അങ്ങോട്ട് ഓണാക്കാം. ഇത് അതിൻ്റെ ഉള്ളിലോട്ടാണ് മെയിൻ ഗേറ്റ് കിടക്കുന്നത്. അപ്പോൾ ഗൈസ്, പുള്ളിക്കാരത്തി വരുന്നുണ്ടോ എന്ന് നോക്കണം. ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക. വി നീഡ് ഐക്യു ഇച്ചിരി കൂടുതലാണ്. ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് എറൗണ്ട് 350 എന്നാണ് പറഞ്ഞേ. എന്നാൽ അതിൻ്റെ ഒന്നും കാണുന്നില്ല സത്യത്തിൽ. അപ്പോൾ ഈ ഞങ്ങൾക്ക് ബ്രൂം സ്റ്റിക്ക് ഇവിടെ ഇടാം. അപ്പം അതേ സ്ട്രാറ്റജി. പുള്ളിക്കാരി വരിക, വെട്ടിക്കുക, നേരെ ചെല്ലുക, അവസാനം കുത്തിയിടും. ഒരു ബിസ്ക്കറ്റിൻ്റെ പെട്ടി. അപ്പം അതിനകത്താണ് ഞങ്ങളെ കീ ഇരിക്കുന്നത്, സംഭവവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഈ ആണ്ട വന്നു ആണ്ട കൊമ്മാലേ, അവിടെ ഇരുന്നോണേ, ഞാൻ പോവാ. ഓക്കെ, ഞങ്ങൾക്ക് പിന്നെ ഡോർ അടയ്ക്കണം. ഞങ്ങൾ ഗ്രാനി കളിക്കുന്ന പോലെ തന്നെ അതേ സ്പീഡിൽ തന്നെ ഇതും കളിക്കുന്നത്. അയ്യോ, അങ്ങോട്ടല്ലല്ലോ കൊണ്ട് സാധാ ഏതായാലും തുറന്ന് കിടക്കുവാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പെട്ടി ഇവിടാണ് പെട്ടി എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇത് എത്തുന്നില്ലല്ലോ. ഇവിടെ കസാരയുണ്ട്, കസാര. ഓക്കെ, അതിന് മണ്ട കയറുക, അതിനുശേഷം കുത്തിയിടുക. ഇങ്ങനെ ഇടുക. കേസ് അതിന് ശേഷം കുത്തിയിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കുക്കീസ് ബോക്സ് ഇട്ടിട്ടുണ്ട്. പറഞ്ഞാനും കറക്റ്റാ. ഏതായാലും ഇനിയിപ്പോൾ പുള്ളിക്കാരത്തി വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഡ്രിബിൾ ചെയ്ത് പോകണം. അല്ലെങ്കിൽ വേണ്ട, അടുത്ത സ്ട്രാറ്റജി ഇടാം. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ പുള്ളിക്കാരി ഓടി വരുമ്പോഴത്തേക്ക് ഇത് വരുന്നുണ്ടോ? അതേണ്ട് വരുന്നു. അയ്യോ, ഞങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ പോവാം. ഫോളോ ചെയ്യണം. ഞങ്ങൾക്ക് ഇതിൻ്റെ ഹാർഡ് മോഡ് വേണമെന്നുള്ളൊരു ഗൈസ് കമൻറ്റ് ചെയ്യുക. ഇത് നോർമലാണ്, ഈസി അല്ല. ഞങ്ങൾ ഈസി പണ്ടേ ആയിട്ട് കളിക്കാറില്ലെന്ന് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ഇത് ആദ്യമായിട്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഗെയിമാണ്. അതുകൊണ്ട് ഈസി സജസ്റ്റ് ചെയ്യത്തില്ല കളിക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് താഴോട്ട് ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏതായാലും കിട്ടും. എങ്ങനെ ഡ്രോപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ല. ചുമ്മാ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ചീറ്റി പോയി, അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, പുള്ളിക്കാരത്തിയെ തിരക്കുവാണ്. അവരെവിടെ നോക്കിയിട്ട് വേണം. വേണ്ട വരുന്നു. എടാ ഗൊമ്മാലേ, ഇനി പുള്ളിക്കാരത്തി വെട്ടിച്ച് കറങ്ങണം ഒന്നും കൂടെ. ചുറ്റിയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. ചുറ്റിയാണ് എന്തോ സാധനം വെച്ച് കയ്യെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. ഞങ്ങളെ തലയ്ക്ക് അടിച്ചിടാനായിട്ട്. നടക്കത്തില്ല ഒന്നും. കഴിഞ്ഞ വർഷത്തെ റിവെഞ്ച് ഞാൻ എടുക്കും. കണ്ടോ, നിങ്ങളതിനെ തൊടത്തില്ല. അത് എന്നെ അടിച്ചിട്ടേന് വരെ 4K വ്യൂസ്. ഇത് എസ്കേപ്പ് ചെയ്യുമ്പോൾ എത്ര വ്യൂസാണെന്ന് അറിയത്തില്ല ഗൈസ്. ഞങ്ങളുടെ ലൈക്ക് ടാർഗറ്റ് എത്ര? 20 പറഞ്ഞേ. എല്ലാവരും അടിച്ചു പൊട്ടിക്കണേ. ഓക്കെ, ഇത് നിന്നുകൊണ്ടാണ് എറിയേണ്ടത്. ആദ്യമേ ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് അത് പൊട്ടിയില്ല. ഓക്കെ, നേരെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് താഴോട്ട് ചാടാം. ഓക്കെ, അങ്ങനെ ഈ ഞങ്ങൾക്ക് മെയിൻ ഡോർ കീ കിട്ടി. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇനി എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റി ഈസി ആയിട്ട്. ഇത് അങ്ങോട്ട് വെക്കിയാൽ മതി. സംഭവം തീർന്നു. ഇത്രേ ഉള്ളൂ.
അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ ഫൈനലി ഈവിൾ ലൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ നോർമൽ മോഡ്. അപ്പോൾ ഗൈസ് എല്ലാവരും മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.